ഒരാഴ്ചക്കിടെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെ എണ്ണം 1700 കവിഞ്ഞു. പിടിയിലായവരിൽ ഭൂരിഭാഗവും എത്യോപ്യൻ പൗരന്മാരാണ്. മെഥാംഫെറ്റമിൻ മയക്കുമരുന്ന് ഗുളികകളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അറസ്റ്റുകളും. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നിയമം കർശനമാക്കിയിരിക്കുകയാണ്. കടുത്ത പരിശോധനകളാണ് നാടെങ്ങും. കഴിഞ്ഞ ആഴ്ച മാത്രം വിവിധ മയക്കുമരുന്ന് കേസുകളിൽ അകത്തായവരുടെ എണ്ണം 1708 കവിഞ്ഞു. ഏറ്റവും കൂടുതൽ പിടിയിലായത് എത്യോപ്യൻ പൗരന്മാരാണ്. 995 എത്യോപ്യക്കാരാണ് പിടിയിലായത്. തൊട്ടുപിറകിൽ യമനാണ്. വലയിൽ വീണത് 695 യമനി പൗരന്മാരാണ്. എറിത്രിയ, സൊമാലിയ, സുഡാൻ സ്വദേശികളും പിടിയിലായിട്ടുണ്ട്. പിടിവീണ സൗദി സ്വദേശികൾ 15 3,50,644 ആംഫെറ്റമിൻ ഗുളികകൾ, 15,26,629 നിരോധിത മരുന്നുകൾ, 2.6 ടൺ ഹാഷിഷ്, 144 ടൺ കാത്ത് തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. തബൂക്ക്, ജീസാൻ, അസീർ, നെജ്റാൻ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ബോർഡർ ഗാർഡ്, ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയവയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.